ഇനിയിപ്പം പോകാൻ കഴിയില്ല. അത് തൊള്ളായിരം കണ്ടി എന്നുള്ള സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അത് പിന്നെ എൻ്റെ സ്ഥലമാണ് മെയിനായിട്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെയിൽ വന്ന ശേഷം നമുക്ക് പോവാം കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ വെച്ചാൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം അല്ല നവംബർ മാസം അങ്ങനെ ആ സമയത്തേ പോകാൻ പറ്റും തോന്നുന്നു. എന്തായാലും ഞാൻ ഡിസംബറിലുള്ള കാണിച്ചു തരും. ഡിസംബർ ആകുമ്പോഴൊക്കെ അടുത്ത സംസ്ഥാനത്തേക്ക് കടക്കണം ഏകദേശം. അല്ലെങ്കിൽ ഓരോ ജില്ല കടന്നു വരുന്നപ്പുറം പോകണ്ടേ. ഇനിയിപ്പം ഓരോ മാസം ഓരോ ജില്ല തന്നെ ആക്കി എടുക്കേണ്ടി വരും. അത് ട്രാവലിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലോ, കാരണം നമുക്ക് അന്വേഷിച്ച് വേണ്ട മുന്നോട്ടൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാത്തത്. പിന്നെ ചിലവർ പറയാറുണ്ട് നമ്മളത് കാണിച്ചിട്ടില്ലല്ലോ, നിങ്ങളത് നമ്മൾ കാണിക്കാൻ വരേണ്ടതെന്ന് ചോദിച്ചിട്ട്. അതെന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷണിച്ചാൽ നമ്മളെന്തായാലും വരും, അത് എവിടെയായാലും വരും. കണ്ണൂരാണല്ലോ കേട്ടോ. ഞാൻ വെള്ളംകടവ് മുത്തപ്പക്ഷേത്രത്തിലെ ഷൂട്ടിങ്ങിന് വന്നതാണ്. അതിന് ശേഷം പോയില്ല. ഇതെല്ലാം കണ്ടങ്ങൾ ഇതിവിടെ കണ്ണൂരിലെ ഉള്ള റോഡുമ്പിലാന്ന് ഉറവ് കണ്ടിനാ, പൈപ്പ് പൊട്ടിയതല്ല. അപ്പം അതുപോലെ പോയതായിരുന്നു. പോയിട്ട് മണ്ണിടിച്ചല്ലോണ്ട് ഫുൾ ബ്ലോക്കാണ്. ഞാൻ തിരിച്ചു വന്നതാണ്. നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ ബബ്രോല ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും കാണിച്ചു തരാൻ പറ്റണ്ടായി. ഇത് 9 മണിയാകുമ്പോൾ എത്തേണ്ടതാണ് ഏകദേശം. ഇത് ഇവർ ക്ഷണിച്ചിട്ട് പോകുന്നതല്ലേ. ഇപ്പം തന്നെ 8:45 8:50 ആകാനായി. അപ്പോൾ അത്രയും ചെറിയ സമയം കൊണ്ട് ഞാൻ പിടിച്ചെത്തുമെന്ന് പറയാൻ കഴിയില്ല. പഠിച്ചവന് മാത്രമേ അറിയൂ. ചൊവ്വ കഴിയുന്നവരെ മരണം പോകെ. വെറുതെ ഓരോരുത്തരോടൊപ്പം ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ കളിപ്പിക്കും. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു കളിക്കും. ഇതാണ് ഓരോരുത്തരുടെ ഡ്രൈവിംഗ്. അത് അവൻ അപ്പുറത്തെ ഇപ്പുറത്തെ കാരണം വെച്ചിട്ട് ഒരു ലെവലില്ലാതെ ഡ്രൈവിങ്ങാണ് ചില സമയങ്ങളിൽ ചില ആൾക്കാരതെ. കണ്ടില്ലേ ഇപ്പം പോകുന്നുണ്ട് നിങ്ങൾ.
കൊണ്ട് വരുത്തി കണ്ടിനാ. വീടാ അതിന്റെ അപ്പുറം ഉണ്ട് വലിയ ബ്ലോക്ക് വരെ. ഒന്നൊന്നര ബ്ലോക്കാണ്. ഇന്ന് രാവിലെ ഒരു നല്ല മഴയാണ്. ഇന്നെന്തോ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പിന്നെ ഇതാ കുറച്ച് മഴ ചോർച്ച വന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലമാണ് പിന്നീടുള്ള ബ്ലോക്ക് കേട്ടോ. ചോക്കുന്ന് കുറച്ചും കൂടി കടന്നു കഴിഞ്ഞാൽ ചൊവ്വ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ചും കൂടി കണ്ണൂർ ചൊവ്വ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ചും കൂടി കടന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നാഷണൽ ഹൈവേൻ്റെ വർക്ക് നടന്നുണ്ട് ഇപ്പോൾ. സൂപ്പർ ഹൈവേ. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ടേക്ക് കുറച്ചും കൂടി അങ്ങോട്ട് ചാല ബൈപ്പാസ് ഏശം എത്തുന്നവരെ ബ്ലോക്കായിരിക്കും. പക്ഷേ 53 റോഡെല്ലാം പോയി കേട്ടോ. റോഡെല്ലാം പണി കിട്ടിയിട്ടാണ്. ഇതാ നോക്കട്ടെ. ഒരു ദിവസം എത്ര വാഹനം പോകുന്നുണ്ടപ്പോൾ പത്തൊന്നും കാര്യമൊന്നുമില്ല. ഒരു ദിവസം എത്ര വാഹനം ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, എത്ര ലോഡ് വണ്ടി. അത് ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ റോഡിന് താങ്ങാൻ പറ്റുന്നേക്കാൾ അപ്പുറമുള്ള വെയിറ്റുള്ള ലോറിയല്ലേ. അതെല്ലാം ട്രെയിൻ വഴി പോകേണ്ട സാധനമെല്ലാം ഇപ്പോൾ റോഡ് വഴിയല്ലേ കുറേ ഭാഗം പോകുന്നത്. അതുകൊണ്ടാണ് പണ്ടപ്പോൾ ഗുഡ്സ് വണ്ടിയിൽ പോകേണ്ട സാധനങ്ങൾ ഇപ്പം അത്രയും
അങ്ങോട്ടേക്കാണ് ഞാൻ പറഞ്ഞ ബ്ലോക്ക്. കാറാണെങ്കിൽ ഇതുപോലെ നടക്കൊന്നുമില്ല, ബൈക്കായതുകൊണ്ട് പിന്നെ ഇത്രയെങ്കിലും സമയത്ത് എത്താൻ പറ്റുള്ളൂ. ഇന്നെന്തോ ബ്ലോക്കില്ല കേട്ടോ, ബ്ലോക്ക് ഒഴിവാന്ന്. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ കാണുന്നേ, ഇല്ല ബ്ലോക്കില്ല. അല്ലെങ്കിൽ അത് ഇങ്ങോട്ടെല്ലാം ബ്ലോക്ക് ആയിക്കും ഫുള്ളായിട്ട്. രാവിലെയും ഉച്ചക്കും പിന്നെ വൈകിട്ട് വന്ന് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുക. രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കായിരിക്കും. രണ്ടാമത് നമ്മൾ തിരുവഞ്ചേരിക്കാവില് വേടനെ കാണാൻ പോവുകയാണേ. ഇന്ന് അവിടെ വേടനുണ്ട്, നമുക്ക് കണ്ടിട്ട് വേഗം വരാം. അപ്പോൾ അത് നമുക്ക് ഇന്നൊരു ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. അടുത്തുമ്പോൾ കഴിയാണ്ടെന്നായി, അത്രയേ ഉള്ളൂ. ഓ ഇതാ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിൽ പാലത്തിൻ്റെ അടുത്ത് താനാകുമ്പേ ഉള്ളൂ. അത് അത്ര വലിയ ബ്ലോക്കൊന്നുമല്ല. അപ്പം അപ്പുറം ഉണ്ട് കേട്ടോ, അപ്പുറം നല്ല നീളത്തിലുണ്ട്. നമ്മൾ ഇടയിൽ കയറി കഴിഞ്ഞാൽ ബ്ലോക്കായി പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടയിൽ കയറി കളിക്കാതെ. എല്ലാവർക്കും തിരക്കുള്ള കൂട്ടണം, പിന്നെന്ത് ചെയ്യാം. കുട്ടിയാണ്, അപ്പോൾ അത് നമുക്ക് ഇന്നൊരു ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. അടുത്തുമ്പോൾ കഴിയാണ്ടെന്നായി, അത്രയേ ഉള്ളൂ. ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിൽ പാലത്തിൻ്റെ അടുത്ത് താനാകുമ്പേ ഉള്ളൂ. അത് അത്ര വലിയ ബ്ലോക്കൊന്നുമല്ല. അപ്പം അപ്പുറം ഉണ്ട് കേട്ടോ, അപ്പുറം നല്ല നീളത്തിലുണ്ട്. നമ്മൾ ഇടയിൽ കയറി കഴിഞ്ഞാൽ ബ്ലോക്കായി പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടയിൽ കയറി കളിക്കാതെ. എല്ലാവർക്കും തിരക്കുള്ള കൂട്ടണം, പിന്നെന്ത് ചെയ്യാം.